വൈ ഡിഡ് ദ യൂറോപ്യൻസ് കം ടു ഇന്ത്യ? എന്തിനായിരുന്നു യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത്? ദ യൂറോപ്യൻസ് കെയിം ടു ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. കച്ചവടത്തിന് വേണ്ടിയായിരുന്നു യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത്. വിത്ത് ദ ഡിസ്കവറി ഓഫ് സീ റൂട്ട്, ഡിഫറെൻറ്റ് യൂറോപ്യൻ കൺട്രീസ് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. കച്ചവടത്തിനായിട്ട് കണ്ടുപിടിക്കപ്പെട്ട സമുദ്രപാതയിലൂടെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കൺട്രീസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഓർഡർ ഓഫ് ദയർ അറൈവൽ. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനത്തിൻ്റെ ക്രമമനുസരിച്ച് പേരെഴുതുക. ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. In 1498, a group of Portuguese sailors reached at Kapat near Calicut. Who was the leader of this group? Other sailors from Portugal came to Kerala for trade. Who were they? 1498 പോർച്ചുഗീസുകാരായ നാവിക സംഘം കോഴിക്കോട്ടിനടുത്തുള്ള കാപ്പാട് എത്തി. ആരായിരുന്നു അവരുടെ നേതാവ്? അവരെ തുടർന്ന് പോർച്ചുഗലിൽ നിന്ന് വന്ന മറ്റു യാത്രക്കാർ ആരെല്ലാമാണ്? വാസ്കോഡ ഗാമ, അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. വിച്ച് വേർ ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഗോവ, ദാമൻ ആൻഡ് ദിയു. ഹൂ വേർ നോൺ ആസ് പറങ്കീസ്? പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ദ പോർച്ചുഗീസ്. The trade relation with the Portuguese influenced several fields of Kerala. Explain. പോർച്ചുഗീസുകാരുമായിട്ടുള്ള കച്ചവട ബന്ധം കേരളത്തിൻ്റെ പല മേഖലകളിലെയും സ്വാധീനം ചെലുത്താൻ ഇടയായിട്ട് തീർന്നു. വ്യക്തമാക്കുക. സ്പ്രെഡ് ഓഫ് ദ ആർട്ട് ഫോം ചവിട്ട് നാടകം. ചവിട്ട് നാടകത്തിൻ്റെ പ്രചരിച്ചത്. ചവിട്ട് നാടകം എന്ന കലാരൂപം പ്രചരിപ്പിച്ചത്. സയൻറ്റിഫിക് ടെക്നിക്സ് ഓഫ് കൾട്ടിവേഷൻ വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. ശാസ്ത്രീയമായ കൃഷിരീതികൾ പരിചയപ്പെടുത്തിയത്. അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗുവ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എക്സിട്ര വെർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ്. കാർഷിക വിളകളായ പൈനാപ്പിളും പേരക്കയും പപ്പായയും വറ്റൽമുളകും കശുവണ്ടിയും പുകയില ഇതെല്ലാം പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. The wide spread of the use of printing machine are the impact of Indo-Portuguese relationship. പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ അച്ചടി യന്ത്രത്തിൻ്റെ പ്രചാരം പരിചയിക്കാൻ ഇടയായിട്ട് തീർന്നത് ഇൻഡോ പോർച്ചുഗീസ് ബന്ധം മുഖാന്തരമാണ്. They constructed St. Angelo Fort at Kannur and കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. അവർ തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ഏഞ്ചലോ കോട്ടയും പണി കഴിപ്പിച്ചു. പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. വൈ? പോർച്ചുഗീസുകാർക്ക് അനേക കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഇന്ത്യയിൽ സാധിച്ചില്ല. എന്തുകൊണ്ട്? They did not have enough economic and military resources to compete with other European powers. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. They faced resistance from native forces. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ അവർക്ക് നേരിടേണ്ടി വന്നു. Who were known as Lendens? ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? The ഡച്ചുകാർ. The chief trade centers of the Dutch were. ഡച്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രം കൊച്ചി ആൻഡ് കൊല്ലം. What was the glorious contribution of the Dutch to Kerala? ഡച്ചുകാരുടെ കേരളത്തിനോടുള്ള വലിയ സംഭാവന ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം. Who initiated the completion of this book? ആരാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് മുൻകൈയെടുത്തത്? വാൻഡ്രീഡ്, ദ ഡച്ച് ഗവർണർ. Who helped to complete the book? ആരാണ് ഈ പുസ്തകം പൂർത്തീകരിക്കാൻ തന്നെ സഹായിച്ചത്? ഇട്ടി അച്യുതൻ വൈദ്യർ.
വാട്ട് കോസ് ദ ഡിക്ലൈൻ ഓഫ് ദ പവർ ഓഫ് ദ ഡച്ച് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഡച്ചുകാരുടെ കച്ചവട കേന്ദ്രങ്ങളുടെ ശക്തി, അധികാരം ക്ഷയിക്കാനായിട്ട്, ഇല്ലാതാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചി ആൻഡ് കൊല്ലം വേർ ദ ചീഫ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ദ ഡച്ച്. കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. ദ ഡച്ച് ഫോട്ട് വിത്ത് മാർത്താണ്ഡവർമ്മ, ദ കിങ് ഓഫ് ട്രാവൻകൂർ, ഫോളോയിങ് ദ ഡിസ്പ്യൂട്ട് ഓവർ ട്രേഡ്. കച്ചവട സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ ഏറ്റുമുട്ടി. ദ ഡച്ച് വർ ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ ഇൻ 1741. 1741 കൊളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയോട് ഡച്ചുകാർ പരാജയപ്പെട്ടു. ദേ ലോസ്റ്റ് ദെയർ ഗ്രൗണ്ട് ഇൻ ഇന്ത്യ വിത്ത് ദിസ് വാർ. ഈ യുദ്ധത്തോടുകൂടെ ഇന്ത്യയിലുള്ള അവരുടെ സ്ഥാനം ഇല്ലാതെയായി. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ കമ്പനി ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ടു ട്രേഡ് വിത്ത് ഇന്ത്യ? ഇന്ത്യയുമായി കച്ചവടത്തിനായിട്ട് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച കമ്പനിയുടെ പേര് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇൻ വിച്ച് ഇയർ വാസ് ദാറ്റ് കമ്പനി വാസ് ഫോംഡ്? ഏതു വർഷത്തിലാണ് ആ കമ്പനി ആരംഭിച്ചത്? ഇൻ 1600, 1600. വിച്ച് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ? കമ്പനിയുടെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഇന്ത്യയിൽ എവിടെയായിരുന്നു? സൂററ്റ് ഇൻ ഗുജറാത്ത്, ഗുജറാത്തിലെ സൂററ്റിൽ. വിച്ച് വേർ ദി അതർ ട്രേഡിംഗ് സെൻറ്റേഴ്സ്? മറ്റു കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. നെയിം ദ ലാസ്റ്റ് യൂറോപ്യൻ കൺട്രി വിച്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. വാണിജ്യത്തിനായിട്ട് ഇന്ത്യയിലേക്ക് അവസാനമായി വന്ന യൂറോപ്യൻ രാജ്യം ഏത്? ഫ്രാൻസ്. വിച്ച് വാസ് ദ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രഞ്ച് ഫോർ ട്രേഡ് വെൻ? കച്ചവടത്തിനായിട്ട് ഫ്രാൻസിൽ രൂപം കൊണ്ട കമ്പനിയുടെ പേര് എന്നാണ് രൂപം കൊണ്ടത്? ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ 1664 AD, 1664 AD ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. വിച്ച് വേർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ? ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഏതാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. വേർ വാസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ സിറ്റുവേറ്റഡ്? ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ കച്ചവട കേന്ദ്രത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പോണ്ടിച്ചേരി. വാട്ട് വേർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ യൂറോപ്യൻ കച്ചവട കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട പൊതുവായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓൾ ദ ട്രേഡ് സെൻറ്റേഴ്സ് വെർ ലൊക്കേറ്റഡ് ഓൺ ദ സീ കോസ്റ്റ്. എല്ലാ കച്ചവട കേന്ദ്രങ്ങളും സമുദ്ര തീരത്താണ് സ്ഥിതി ചെയ്തത്. ദ യൂറോപ്യൻസ് സെലക്റ്റഡ് ദീസ് സെൻറ്റേഴ്സ് കൺസിഡറിങ് ദെയർ ഷിപ്പിംഗ് ഫെസിലിറ്റീസ്. കപ്പലടിപ്പിക്കാനുള്ള സൗകര്യം കണക്കാക്കിയാണ് അവർ ഇത്തരത്തിലുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുത്തത്. വാട്ട് വേർ കർണാട്ടിക് വാർസ്? ഹൂ വേർ ദ ഫൈനൽ വിക്ടേഴ്സ്? കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് അവസാനം അതിൽ വിജയിച്ചത്? ദ സീരീസ് ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ഇൻ സൗത്ത് ഇന്ത്യ വാസ് നോൺ ആസ് കർണാട്ടിക് വാർ. ഇംഗ്ലണ്ടും ഫ്രാൻസും തെക്കേ ഇന്ത്യയിൽ നടത്തിയ പോരാട്ടങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി ദ ഫ്രഞ്ച് വെർ ഡിഫീറ്റഡ്. ആത്യന്തികമായി ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. വേർ ഡിഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗെയിൻ പവർ ഇൻ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് അധികാരം നേടിയത് എവിടെയാണ്? ഇൻ ബംഗാളിൽ. വാട്ട് വേർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഓൺ ബംഗാൾ? ബംഗാളിൽ അധികാരം നേടാനായിട്ട് ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? Agricultural prosperity and convenient trade facilities prompted the company to capture power in Bengal. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. How did the company gain power on Bengal? എങ്ങനെയാണ് ബംഗാളിൽ കമ്പനി അധികാരം നേടിയത്? The British defeated Siraj-ud-Dawla, the Nawab of Bengal, in the Battle of Plassey in 1757. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിലെ ബംഗാളിലെ രാജാവായിരുന്ന സിറാജ്-ഉദ്-ദൗളയെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. The entire Bengal came under the company rule with its success in the Battle of Buxar in 1764. 1764 നടന്ന ബക്സർ യുദ്ധത്തിൽ കമ്പനി പൂർണ്ണമായിട്ടും ബംഗാളിനെ കീഴ്പ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു.
വാട്ട് പ്രോംപ്റ്റഡ് ദ ഇംഗ്ലീഷ് ടു കോൺകർ മൈസൂർ? മൈസൂർ കീഴടക്കാനായിട്ട് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകം എന്തൊക്കെയായിരുന്നു? മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. തെക്കേ ഇന്ത്യയിലെ ശക്തമായ രാജ്യമായിരുന്നു മൈസൂർ. ഇറ്റ് ബിക്കെയിം ദ ഡൊമിനിയൻ പവർ ഇൻ ദ റീജിയൻ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും കാലഘട്ടത്തിൽ മൈസൂർ പ്രബല ശക്തിയായിട്ട് മാറി. ദയർ ഡൊമിനേഷൻ എക്സ്റ്റെൻഡഡ് ഈവൻ ടു ഏരിയാസ് ലൈക്ക് മലബാർ. മലബാർ വരെ അവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വ്യാപിച്ചിരുന്നു. ദിസ് ഇൻ്ററപ്റ്റഡ് ദ ട്രേഡ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ റീജിയൻ. ഇത് മലബാർ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തെ തടസ്സപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. The friendly relation that Tipu Sultan maintained with the French also added fuel to the animosity of the British. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താനുണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ദീസ് ഫാക്ടേഴ്സ് പ്രോംപ്റ്റഡ് ദം ടു കോൺകർ മൈസൂർ. ഈ കാരണങ്ങളാലാണ് ബ്രിട്ടീഷുകാർക്ക് മൈസൂർ കീഴടക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദ മൈസൂർ വാർ? മൈസൂർ വാറിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ടിപ്പു fought bravely with the British and died fighting in the Fourth Anglo-Mysore War. ധീരമായി ബ്രിട്ടീഷുകാരോട് പടപൊരുതിയ ടിപ്പു സുൽത്താൻ നാലാമത്തെ ആംഗ്ലോ മൈസൂർ വാറിൽ വധിക്കപ്പെട്ടു. വിത്ത് ദ സക്സസ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മൈസൂർ വാർ, മലബാർ ആൻഡ് കൂർ കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റെയിൻ. മലബാർ പ്രദേശത്തിൻ്റെ വിജയത്തോടെ മൈസൂർ പ്രദേശത്തിൻ്റെ വിജയത്തോടെ മലബാറും കൂർഗ് എന്ന് പറയുന്ന സ്ഥലങ്ങളും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. വിച്ച് ആർ ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് വെർ കോൺക്വേർഡ് ബൈ ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ഡിഫീറ്റിംഗ് മൈസൂർ? മൈസൂർ കീഴടക്കിയതിന് ശേഷം ഏതൊക്കെ നാട്ടുരാജ്യങ്ങളാണ് ബ്രിട്ടീഷുകാർ കീഴടക്കിയത്? സിന്ധ്, പഞ്ചാബ് ആൻഡ് അവധ്. The British adopted different strategies to annex the princely states. Discuss the statement and prepare a note. ബ്രിട്ടീഷുകാർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിനെക്കുറിച്ച് കുറിപ്പെഴുതുക. ഫസ്റ്റ് വൺ, സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ. The rulers who signed the subsidiary alliance were assured protection by the company against invasion and internal revolts. ആഭ്യന്തര പ്രശ്നങ്ങളും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും കമ്പനിയുടെ സംരക്ഷണം സബ്സിഡറി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിടുന്ന രാജാക്കന്മാർക്ക് ലഭിക്കും. However, the actual administrative power of the states were the representative of the company. കമ്പനിയുടെ പ്രതിനിധികളായിരിക്കും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഉടമ്പടിയിൽ കരാറിൽ ഒപ്പിടുന്ന രാജ്യത്തെ നിയന്ത്രണം നടത്തുന്നത്. സെക്കൻഡ് വൺ, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എക്സിക്യൂട്ടഡ് ബൈ ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം. As per the policy, when the ruler of the princely states died without a male heir, the British could annex the state with British India. പുരുഷ അനന്തരാവകാശിയില്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും. ഇതായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ദത്തവകാശ നിരോധന നിയമം.